ചേട്ടാ, കിഫ്ബിക്ക് കൊടുത്തിരുന്ന നോട്ടീസിൽ സ്റ്റേ വന്നിരിക്കുന്നു. അപ്പം ഈ ഒരു ഇങ്ങനെ ഒരു നടപടി ഉണ്ടായ സമയത്ത്, അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായ സമയത്ത്, അതായത് രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ അന്ന് മുതലേ ഒരു പറയുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായപ്പോ, ഈ ഒരു സ്റ്റേ കൂടി വന്നപ്പോ ആ ആരോപണം ശരിക്കും അന്ന് സർക്കാർ പറഞ്ഞ കാര്യത്തിനെ കുറച്ചുകൂടെ ബലപ്പെടുത്തുകയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഇഡി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ചട്ടുകം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ഓരോ കാലഘട്ടം, ഇപ്പം നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി തന്നെ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട് കേസ് വന്നു. എന്തായി ആ കേസ്? എന്തായി? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇഡി അന്വേഷിച്ചാണ്. ഇഡി അന്വേഷിച്ചിട്ട് ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ വന്ന ഈ അന്വേഷണം തന്നെ എപ്പോഴാണ് ഉണ്ടായത്? നമ്മുടെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത്. തെരഞ്ഞെടുപ്പ് ഏത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നാലും ശരി, ആ തെരഞ്ഞെടുപ്പിന് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇനി അതല്ല അവിടെ നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് മുന്നോടിയായി അവരിങ്ങനെ ഒരു കളി കളിച്ചിരിക്കും. ഇങ്ങനെ ഒരു പറ്റം ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കും, ഒരു നോട്ടീസ് അയച്ചിരിക്കും. ഈ നോട്ടീസ് ഇതിന് മുൻപ് അയച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ആ കുടുംബത്തെ, മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയുടെ മകനെയും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇത്. എന്ന് വെച്ചാൽ ഇപ്പം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടത് ഭരണത്തിനകത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇഡി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ? മുഖ്യമന്ത്രി കുറ്റക്കാരനാണ്, മുഖ്യമന്ത്രി തെറ്റുകാരനാണ്. അതുകൊണ്ടാണല്ലോ നിരന്തരം ഇഡി നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ധാരണ ഉണ്ടാകും. പക്ഷെ ഇത്തവണ അത് പൊളിഞ്ഞുപോയി. അതായത് ഇതിനകത്ത് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോമസ് ഐസക്കിനെതിരെ 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് തോമസ് ഐസക്കിനെതിരെ ഒരു ഇഡി നോട്ടീസ് അയച്ചു. തോമസ് ഐസക് എന്തോ മഹാപരാധം ചെയ്തു, മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അയച്ചത്. അപ്പോൾ ഫെമയുടെ ചട്ടങ്ങൾ പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. അപ്പൊ തോമസ് ഐസക് എന്താ ചെയ്ത്? തോമസ് ഐസക് ചോദിച്ചു, എന്തിനാണ് എനിക്ക് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്? അത് ഇഡി വ്യക്തമാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് നേരെ തോമസ് ഐസക് ഹൈക്കോടതിയിലേക്ക് പോയി. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പലർക്കും അതിനെക്കുറിച്ച് അത്ര ഒരു ബോധ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരാള് ഒരു നോട്ടീസ് വന്നാൽ സ്വാഭാവികമായും അയാൾ തെറ്റുകാരനാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അയാൾ ഉടനെ ഓടി ചെല്ലുകയാണ് എന്താ സംഭവം അറിയാൻ വേണ്ടി. അതേസമയം തോമസ് ഐസക് എന്താ ചെയ്തത്? നേരെ ഇഡിക്കെതിരായി കേസ് കൊടുത്തു. ഇഡിക്കെതിരായി കേസ് കൊടുത്ത് എന്താ, എന്നെ എന്തിന് നിങ്ങൾ വിളിപ്പിച്ചു, എനിക്ക് കാരണം അറിയണം. അപ്പൊ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആ കാരണം അറിയുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ്, അയാളുടെ അവകാശമാണ്. അപ്പൊ അത് പറയാൻ ഇഡിക്ക് വയ്യ. എപ്പോഴും തോമസ് ഐസക് ഇപ്പോഴും ചോദ്യം ഇതേ ഉള്ളൂ, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് എന്നുള്ള, നോട്ടീസ് അയച്ചത് എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ കാരണം ബോധിപ്പിക്കാൻ ഇന്നേ വരെ വർഷം ഒന്നായിട്ട് പോലും ഇഡിക്ക് കഴിഞ്ഞിട്ടില്ലെന്നേ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെയല്ലേ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുന്നു ഇവിടെ മസാല ബോണ്ട് അഴിമതി കേസ്. അതിൽ റിയൽ എസ്റ്റേറ്റ് നടത്തി എന്നുള്ളതാണ് പ്രധാനമായ ആരോപണം. എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് നടത്തിയത്? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് കൊള്ളയാണോ? അല്ല, വികസനമാണ്. ഒരു സംസ്ഥാനത്ത് വികസനം നടത്തിയതിന്റെ പേരിൽ ഇഡി നോട്ടീസ് അയക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംസ്ഥാനം വികസനം നടത്തുന്നു, ഇവിടെ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, ആശുപത്രി കെട്ടിടങ്ങൾ ഉണ്ടാക്കി, റോഡുകൾ നിർമ്മിച്ചു. ഇതെല്ലാം നിർമ്മിക്കുന്ന സമയത്തും ഇതെല്ലാം ഇഡിയുടെ ഈ കിഫ്ബിയുടെ പണം ഉപയോഗിച്ചിട്ടാണ്. ആ കിഫ്ബി എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത് വെച്ചാൽ പുറത്തു നിന്നുള്ള മസാല ബോണ്ട് വഴി പണം സ്വീകരിക്കുന്നു. ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. ഇതെന്നാൽ ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാ റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന ഈ പറയുന്ന കിഫ്ബിയെ വീണ്ടും വികസനം നടത്തിയതിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആ സിസ്റ്റത്തിനെതിരെ നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പൊ വികസിപ്പിക്കാൻ പാടില്ലേ? ഇവിടെ വികസനം നടത്താൻ പാടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇത് ഏറ്റെടുത്തോണ്ട് നടക്കാൻ നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്ന കിഴങ്ങന്മാരും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഈ പറയുന്ന ഒരു കിഫ്ബി ഒരു നോട്ടീസ് അയച്ചു. നോട്ടീസ് അയക്കാന്ന് പറഞ്ഞാൽ, നോട്ടീസ് വന്നു എന്ന് കേൾക്കുന്ന ഉടനെ തന്നെ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അവര് കുറ്റക്കാരാണ്, അവര് കുറ്റം ചെയ്ത് കഴിഞ്ഞു, അവര് ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, അവര് കുറ്റം ചെയ്ത് കഴിഞ്ഞു. അല്ലെ എന്തിനാണ് ഈ നോട്ടീസ്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി മറുഭാഗം എന്താണ്, ഇപ്പുറഭാഗം, അതൊന്നും ചിന്തിക്കുന്നില്ല. ഈ ഇഡി എന്നുള്ള വാക്ക് എനിക്ക്
തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ടാന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു പിന്നെ ആ സ്വർണ്ണക്കടത്ത് കേസ് വന്നില്ലേ, സ്വപ്ന സുരേഷ്, ആ സ്വർണ്ണക്കടത്ത് കേസിന് ശേഷമാണ് ഇഡി. അപ്പൊ ആദ്യമൊക്കെ ഇഡി കേൾക്കുമ്പോ എല്ലാവർക്കും എന്താണ് ഇഡി അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ എല്ലാം ഉള്ളിലോട്ട് ഇഡി ചെന്നതെന്ന് പറഞ്ഞാൽ ഇതെന്തോ മുഖ്യമന്ത്രിയുടെ വീട്ടിലോട്ടുള്ള എന്തോ സ്ഥിരമായിട്ട് ചെല്ലുന്ന എന്തോ ഒരു വിരുന്നുകാരനാണ് എന്നുള്ള ഒരു ധാരണ എത്തി. അപ്പൊ ഈ ഒരു നോട്ടീസ് വന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ നോട്ടീസ് വന്ന സമയത്തും ആ കുറ്റക്കാരായിട്ട് അങ്ങ് കണ്ടു. പിന്നെ അത് പൊക്കി പിടിച്ചിട്ട് ഈ പറയുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന മറുവിഭാഗം തുടങ്ങി പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് സർക്കാരിന്റെ ഭാഗത്ത് ഇന്ന അഴിമതിയുണ്ട്, അതുണ്ട്, പണം വെട്ടിച്ചു, അത് വെട്ടിച്ചു, ഇത് വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ സ്റ്റേ വന്നത്. ഹൈക്കോടതിയിലെ സ്റ്റേ അത് തന്നെയാണ്. കാര്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹൈക്കോടതിക്ക് മനസ്സിലായി ഇത് വെറും ഫ്ലൂക്കാണ്, ഇതിനകത്തൊരു കുന്തവും ഇല്ല എന്നുള്ള വിവരം മനസ്സിലായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ചില നിയമവശങ്ങളുണ്ട്. ഫെമ നിയമപ്രകാരം ഒക്കെയാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് നടത്താൻ പാടില്ല. ശരിയാണ്, റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചൊരു വിഷയമുണ്ട്. അതായത് സ്ഥലം ഏറ്റെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. അതായത് അക്വിസിഷൻ ആണ്. അക്വിസിഷനും വേറെയാണ്, സ്ഥലം വാങ്ങുന്നതും വേറെയാണ്. അപ്പൊ ഈ വാങ്ങുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വില കൊടുത്ത് വാങ്ങുകയാണ്. ആ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ആ സ്ഥലം നാളെ മറ്റെന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒരു ഈ ഭൂമാഫിയ പോലെയുള്ള സംഘങ്ങൾക്ക് കൊടുത്തിട്ട് ഇത് വൻ തുകയ്ക്ക് മറിച്ച് വിൽക്കാം. ഇപ്പൊ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ എന്റെ ഒരു പ്രോപ്പർട്ടി അതിനോട് ചേർന്ന് കിടക്കുകയാണ്, സർക്കാരിനോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ അത് വില കൊടുത്ത് എനിക്കൊരു 10 ലക്ഷം രൂപ തന്നിട്ട് ആ അത്രയും പ്രോപ്പർട്ടി എൻ്റെ നിന്ന് വാങ്ങാം. വാങ്ങിയതിനു ശേഷം ഈ പറയുന്ന സർക്കാരിനോ സർക്കാരിതര സ്ഥാപനങ്ങൾക്കോ ഈ വാങ്ങിയ അല്ലെങ്കിൽ കിഫ്ബിക്ക് തന്നെ ഈ തുക അല്ലെങ്കിൽ ഈ വാങ്ങി 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ചതിനെ അതിന്റെ വില മൂല്യം അനുസരിച്ചിട്ട് 1 കോടിക്കോ 10 കോടിക്കോ മറിച്ചു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റുകൾ ഇതിനകത്ത് നടന്നിട്ടില്ല എന്ന് കൃത്യമായി കോടതി നിരീക്ഷിച്ചു. അങ്ങനെ ഒരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ ഇഡിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് നടന്നു എന്ന് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല. പകരം അവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്വയർ ചെയ്ത ഭൂമിയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. 2016 നിയമം വെച്ചിട്ട്. അതേസമയം നിയമം പരിഷ്കരിച്ചു വന്നു. 2019 നിയമം പരിഷ്കരിച്ചു. 2019 ശേഷമാണ് ഭൂമി അക്വയർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ഭൂമി അക്വയർ ചെയ്തപ്പോഴാണ്. അങ്ങനെ വന്ന സമയത്ത് എന്താണ് അക്വിസിഷൻ, എന്താണ് അക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റെടുപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്ഥലം ഏറ്റെടുക്കുന്നതിനെയാണ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്. ആ സ്ഥലം മറ്റൊന്നിനും ചെയ്യാൻ പാടില്ല, മറ്റൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, മറിച്ചു വിൽക്കാൻ പാടില്ല. എന്തിനാണോ ഇപ്പൊ റോഡ് വികസനത്തിനാണ് ആ ഭൂമി ഏറ്റെടുത്തതെങ്കിൽ തീർച്ചയായും റോഡ് വികസനം മാത്രമേ അവിടെ നടത്താൻ പാടുള്ളൂ. അല്ലാതെ അവിടെ കൊണ്ടുവന്ന് സർക്കാരിന്റെ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ സംവിധാനമോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളോ ഒന്നും അവിടെ പണിയാൻ പറ്റില്ല. അത് റോഡ് വികസനത്തിന് വേണ്ടി മാത്രം. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ അല്ലെങ്കിൽ കിഫ്ബി വഴി ഏറ്റെടുത്തിട്ടുള്ള ഭൂമികളിൽ എല്ലാം റോഡ് വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയിൽ കൃത്യമായി കെട്ടിട നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇനി അതല്ല ഫ്ളാറ്റ് നിർമ്മാണം, ഈ പറയുന്ന പാവങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി ഏറ്റെടുത്തുള്ളെങ്കിൽ അവിടെ ഫ്ളാറ്റ് നിർമ്മാണം നടന്നിട്ടുണ്ട്. അവിടെ ആൾക്കാർ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിനാണെങ്കിൽ റോഡുകൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി എങ്ങനെ അക്വയർ ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനകത്ത് ഇഡിക്ക് പറ്റിപ്പോയൊരു അബദ്ധതാണ്. ഇഡി പക്ഷെ ആ സമയത്ത് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു നോട്ടീസ് അയച്ചു. ഇപ്പൊ ഇഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോമഡിയായി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ആൾക്കാര് ഇഡി നോട്ടീസ് വന്നു, അപ്പം ഇഡിയുടെ നോട്ടീസ് വരുന്നതാണ് തെരഞ്ഞെടുപ്പ് അടുത്തു എന്നറിയാനുള്ള ഏക പോം വഴി. ഇപ്പൊ ഉടൻ തന്നെ അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രഖ്യാപിക്കുക നമുക്കറിയില്ല. അപ്പം ഇഡിയുടെ നോട്ടീസ് വരും. ഓക്കെ, മുഖ്യമന്ത്രിക്ക് ഇഡിയുടെ നോട്ടീസ് വന്നു. അപ്പൊ ഉടൻ തന്നെ ഒരാഴ്ചക്കകത്ത് പ്രഖ്യാപനം ഉണ്ടാവും, ഡിക്ലറേഷൻ ഉടനെ ഉണ്ടാവും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരും. അതാണ് ഇപ്പൊ ഇഡി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയാ, ഒരാൾ വരുന്നതിന് മുമ്പ് അതിന്റെ ഒരു മെസ്സഞ്ചർ വരും നമ്മളെ കാണാനായിട്ട് എന്ന് പറയുന്ന പോലെയാണ്. ആദ്യം തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പായി ഇഡി വന്ന് എല്ലാവരെയും ഒന്ന് കാണും, നോട്ടീസ് അയക്കുന്നു. അപ്പൊ അതോടുകൂടി നമുക്ക് മനസ്സിലാവും തിരഞ്ഞെടുപ്പായി. ഇതാണ് ഇഡിയുടെ ഒരു തന്ത്രം. ഇപ്പൊ ഇഡിക്ക് തിരിച്ചടി കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇഡി അന്വേഷിക്കണമെന്നാണ് ഇപ്പം നമ്മുടെ ഇവര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ കുറച്ച് എംപിമാർ അവിടെ പോയി സമരം ചെയ്തില്ലേ? ആ സമരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഇഡി അന്വേഷണം, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം. അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. കൊല്ലം സെഷൻസ് കോടതി അതിന് പിന്നെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. തന്നെയല്ല ഇപ്പൊ SIT തന്നെ
പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം, അപ്പൊ ഫയലുകളെല്ലാം ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ഇതുവരെയുള്ള FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് പോയെന്ന് പിന്നെ SIT പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഓൾറെഡി SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ED വന്നു, EDക്ക് ഇതെല്ലാം കൊടുക്കണം എന്നൊക്കെ പറയാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് ഹൈക്കോടതി തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു മുട്ടൻ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന പ്രതിപക്ഷം ഇവിടെ എന്തെല്ലാം പുകില ഉണ്ടാക്കിയത് അല്ലേ? EDയുടെ നോട്ടീസ് വന്നു, അപ്പൊ മുഖ്യമന്ത്രി കുറ്റക്കാരനാണ്. അപ്പം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൻ SNC ലാവലിൻ കേസുമായി ബന്ധമുണ്ട്, അവിടെ വരെ കൊണ്ടെത്തിച്ചു. അതിനകത്ത് ലാവലിൻ കേസിൽ എങ്ങനെയാണ് ആ ED നോട്ടീസ് ഉണ്ടായതെന്ന് വളരെ കൃത്യമായി അറിയാം. ED നോട്ടീസ് ഉണ്ടാകുകയും അതൊരു പ്രത്യേകതരം പത്രത്തിന് മാത്രമായി ആ നോട്ടീസ് ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് അത് അവർ വെച്ച് താങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു നോട്ടീസ് വെറും കള്ളത്തരമായിരുന്നു എന്നുള്ള വിവരം പിന്നീട് മനസ്സിലാവുന്നത്. അതിലെ മുഖ്യമന്ത്രിയുടെ മകനെ മറുവശം കേൾക്കണ്ടല്ലോ. ഇപ്പൊ ഈ സ്റ്റേ വന്നു, ഇനി നാളെ മുതൽ എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല. ED നോട്ടീസ് അയച്ചു, ഞങ്ങൾക്ക് അത് മതി. അല്ല, ഇപ്പൊ സ്റ്റേ വന്നതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റേ വന്നിട്ടുണ്ട്, ആരെങ്കിലും ചർച്ച ചെയ്തോ? എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാര് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് സത്യത്തിൽ സർക്കാരിന്റെ ശരിയായ നിലപാട് അത് തന്നെയാണ്. എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഭയന്നാൽ മതി. ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടിട്ട് പരിശോധിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വളരെ ക്ലിയർ ആണെന്നേ. ഞങ്ങൾ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ തയ്യാറാണ്, അന്വേഷണത്തിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ രണ്ടുപേര് ഇപ്പം പിന്നെ ഒന്ന് ജയശ്രീ എന്ന് പറയുന്ന അവിടുത്തെ കമ്മീഷണറുടെ മുൻ ദേവസ്വം ഉദ്യോഗസ്ഥയുടെ ജാമ്യം റദ്ദാക്കി, ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത ആളിപ്പം വേറൊരാള് മുൻ കമ്മീഷണർ ഇപ്പൊ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരായി ഉദ്യോഗസ്ഥ തലത്തിൽപ്പെട്ട ഓരോരുത്തരും ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ യാതൊരു ഭയവുമില്ല. അറസ്റ്റിലാവുന്നവർ അറസ്റ്റിലാവട്ടെ. ആരൊക്കെയാണ് ഇനി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കൃത്യമായി അറിയണം. ഈ പറയുന്ന സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഈ കള്ളത്തരങ്ങളുടെ യഥാർത്ഥ കാരണക്കാരാണെന്ന് അറിയണം. എവിടെയൊക്കെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് അറിയണം. ഇതൊക്കെ അറിയുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇനി നമ്മൾ ഇതിനകത്ത് വേറൊരു പോസിറ്റീവ് വശം കൂടെ സംഭവിക്കാനുള്ള സാധ്യത പറഞ്ഞുതരാം. അന്വേഷണം മുറുകുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കും തോറുമാണ് ഈ അന്വേഷണത്തിന്റെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്, അല്ലെ ഇഞ്ച് ബൈ ഇഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ക്ലിയർ ആയിട്ട് പിക്ചർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനിയും LDFന്റെ തലയിൽ വെക്കാനുള്ള ഒരു പൊന്തൂവലായി ഈ സാധനം മാറും. എങ്ങനെ ഈ അന്വേഷണം പൂർണ്ണമായി സംസ്ഥാന സർക്കാർ സഹകരിച്ച് ഈ പറയുന്ന ഇപ്പോ മന്ത്രിസഭയിലുള്ള ഒരാൾക്കും പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഈ അന്വേഷണം അവസാനിച്ച് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് LDF സർക്കാരിന്റെ അടുത്ത നേട്ടമായി. ശബരിമലയിൽ ഇതുവരെ തെളിയാതെ കിടന്ന സ്വർണ്ണക്കൊള്ള കേസ് ഈ സർക്കാരിന്റെ ഇടപെടൽ കാരണം അത് പുറത്തെത്തി പിടിയിലാകുകയും ചെയ്തു. ഇനി ഈ പിടിയിലാകുന്നവരുടെ രാഷ്ട്രീയം കൂടി പുറത്തു വന്നാൽ UDFന് തലയിൽ മുണ്ടിട്ടുണ്ട് നടക്കേണ്ടി വരും. ഈ പിടിയിലായ പലരും ഈ പറയുന്ന UDFുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? തന്നെയല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ അടൂർ പ്രകാശിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ സകലമാന ആൾക്കാരെ സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ മാത്രമല്ല, ബാക്കി എല്ലാവരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലുള്ള സകലമാന നേതാക്കൾക്കൊപ്പം ഈ പറയുന്ന ഇപ്പം പിന്നെ പല കാര്യങ്ങളും ഇനിയിപ്പോ എങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാലും ഇത് LDFനുള്ള ഒരു പൊന്തൂലായി മാറുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ED അന്വേഷണം. ഇപ്പൊ ആരായി മണ്ടന്മാര്? ഈ EDയുടെ നോട്ടീസിനെ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെന്ന UDF ഒരു മണ്ടന്മാരായില്ലേ? ഇപ്പൊ ഒന്നും മിണ്ടാനില്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ED എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത പണിയും കിട്ടി. ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഉണ്ടായിരുന്ന കേസിനകത്തും ഇപ്പം കോടതി ഇടപെടൽ വന്നിട്ടുണ്ട്. അവിടെ EDക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ EDയുടെ വിശ്വാസ്യത സത്യം പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ED എന്ന് പറഞ്ഞ കുറച്ചു നാളിന് മുമ്പ് വരെ നമ്മൾ കരുതിക്കൊണ്ടിരുന്ന ഏതോ വലിയ ദേശീയ ഏജൻസി, അന്വേഷണത്തിൽ ഭയങ്കര കടുകിട വ്യത്യാസമില്ലാതെ വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നവര് എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചട്ടുകം. അതിനപ്പുറത്തേക്ക് ഇപ്പൊ EDക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. മുഖ്യമന്ത്രി കള്ളനാണ് എന്നിവരെ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ മുന്നിലേക്കുള്ള ക്ലിയർ സോളിഡ് എവിഡൻസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഹൈക്കോടതി വിധി എന്ന് തന്നെ പറയേണ്ടി വരും.